ഭവിഷ്യത്ത് സംഭവിക്കാൻ പോകുന്നത് ഈ കുടുംബത്തിന് മാത്രമല്ല, കല്യാശ്ശേരി തറവാട്ടിനും കൂടിയാ. അവിടുന്ന് കിട്ടിയ ഔദാര്യം കൊണ്ട് അതിന്റെ അടിത്തറ തന്നെ ഇളക്കണോ അനന്ത? ആഭരണങ്ങള് അണിയാനുള്ളതല്ലേ അനന്തേട്ട. കുടുംബത്തിലെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി അത് പണയം വെക്കാൻ മാത്രം എന്താ ഇവിടെ അത്ര വലിയ പ്രശ്നം? ഞാൻ പറഞ്ഞിരുന്നില്ലേ പാർവതി, രഘുവിന് വേണ്ടി ഇതുവരെ എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ അമ്പിളിക്ക് വാക്കുകൊടുത്തുപോയി. അമ്പിളിയോട് ഞാൻ സംസാരിക്കാം. അനന്തേട്ടൻ എടുത്ത ചാടി എന്തെങ്കിലും ചെയ്താ അത് കൂടുതൽ അപകടങ്ങളെ ഉണ്ടാക്കും. അനന്തനും മക്കളോടുള്ള സ്നേഹവും കടമയും കരുതലും ഒക്കെ ഞങ്ങൾക്കും മനസ്സിലാവും. പക്ഷെ അവരുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്നത് നാളെ വലിയ അനർത്ഥമായി ഭവിച്ചാലോ? കല്യാശ്ശേരിയിലെ മുതലെന്ന് വെച്ചാ തൊട്ടാ പൊള്ളുന്ന മുതലാനന്ദ. അത് ആദരവോടെ സൂക്ഷിച്ചാൽ ആജീവനത് ഐശ്വര്യമുണ്ടാവും. അനാദരവോടെ കൈവിട്ടാൽ ആപത്തും. ആ സ്വർണം പണയം വെച്ച് കിട്ടുന്ന കാശുകൊണ്ട് ആരും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് കരുതണ്ട. കടലി കായം കലക്കിയെന്ന് പറഞ്ഞതുപോലെ ആ പണം ആർക്കും ഉപകാരപ്പെടാതെ പോകുമെന്ന് മാത്രമല്ല, അന്നു മുതല് ഈ കുടുംബത്തില് സമാധാനം നഷ്ടപ്പെട്ട് ശത്രുത കുടിയേറും. അച്ഛനും മക്കളും തമ്മി തല്ലി പിരിയേണ്ട അവസ്ഥ ഉണ്ടാക്കണോ അനന്ത? വേണോ? എനിക്കറിയില്ല. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. മോനെ രഘു, നീ പറ, ഈ അമ്മാവൻ ഇനി നിനക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടത്? അമ്മാവ, എനിക്കൊന്നും വേണ്ട. അമ്മാവൻ വിഷമിക്കാതിരുന്ന മാത്രം മതി. നീ ഇത് പറയും, പക്ഷെ അമ്പിളിയോ? അവളെ ഞാൻ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കും? അമ്പിളിയുടെ കാര്യം ഓർത്ത് അനന്തേട്ടൻ വിഷമിക്കേണ്ട. അവളോട് ഞാൻ സംസാരിക്കാം. അമ്പിളിയുടെ മുറി ഏതാനു? അവിടെയാ കുഞ്ഞമ്മേ. മോളി ചെറിയച്ഛനും എനിക്കും കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്. അപ്പോഴേക്കും ഞാൻ അമ്പിളി ഒന്ന് കണ്ടിട്ട് വരാം.